എൻ്റെ പേര് തോമസ് കല്ലറയ്ക്കൽ. ഞാൻ പ്രകൃതി സ്നേഹിയായ ഒരു ചിത്രകാരനാണ്. ചിത്രകല ഞാൻ തനിയെ അഭ്യസിച്ചതാണ്. ധാരാളം ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുവരെ ചെയ്തതെല്ലാം ക്യാൻവാസിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയ തലത്തിലേക്ക് ചിത്രങ്ങൾ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കാറിലൊരു പെയിൻറ്റിങ് ചെയ്യണം എന്ന് തീരുമാനിച്ചത്. ഏകത്വ ദർശനം എന്നാണ് എൻ്റെ ഈ എക്സിബിഷൻ്റെ പേര്. ഈ കാറിൽ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ പേരും അതുതന്നെയാണ്. അദ്വൈത ചിന്തയാണ് ഇതിൻ്റെ പുറകിലുള്ള മെയിൻ ധാര എന്ന് പറയുന്നത്. ഞാൻ എന്ന അഹങ്കാരത്തെ അറിവിൻ്റെ അഗ്നിയിൽ ദഹിപ്പിച്ച് ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ചിറക് വിരിച്ചു പറക്കുന്നു. എത്ര ഉയരത്തിൽ നിന്ന് നോക്കിയാൽ സർവവും ഏകമായി ദർശിക്കുവാൻ സാധിക്കുമോ അത്ര ഉയരത്തിലേക്ക്. ഇതുവരെ ഞാൻ തേടിയ വർണ്ണങ്ങളും സൗന്ദര്യവും ആനന്ദവും എല്ലാം എൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം തന്നെയായിരുന്നു. എൻ്റെ ലോകവും അതിലുള്ള സർവവും ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും എന്നിൽ തന്നെയാണെന്നും ഞാൻ അറിഞ്ഞു. ഈ ആത്മതലത്തിലാണ് നാം എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാവുന്നത്. എൻ്റെ ഈ ആത്മാനുഭവത്തെ സുമനസ്സുകൾക്ക് ദൃഷ്ടാന്തമായി സമർപ്പിക്കുകയാണ് ഈ ആർട്ട് വർക്കിലൂടെ. മഹത്തായ അദ്വൈത ചിന്ത എങ്ങനെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് കാറിൽ പെയിൻറ്റിങ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതിനായി ഒരു കാറ് കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം പുതിയ തലമുറയിൽപ്പെട്ട കാറുകളൊന്നും നമുക്ക് അത്ര എളുപ്പം മേടിക്കാൻ പറ്റില്ല. റെയറായിട്ട് വളരെയധികം ഇറങ്ങിയിട്ടില്ലാത്ത ടൈപ്പ് ഏതെങ്കിലും ഒരു കാറ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് 2000 മോഡൽ ഫിയറ്റ് സിയന വീക്കെൻഡ് കിട്ടിയത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വളരെ തുരുമ്പെടുത്ത് പോകുമായിരുന്ന ഒരു കാറായിരുന്നു ഇത്. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പാർട്സുകൾ കിട്ടാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട്. ഒരു കലാകാരൻ്റെ ബ്രഷ് തൊട്ടു എന്ന ഒരു കാരണം കൊണ്ടാണ് ഈ കാറിപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ ദുഷ്കരമായിരുന്നു ഇത്. സ്പ്രേയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. എങ്കിലും ആദ്യത്തെ ഒരു 3-4 ദിവസം കൊണ്ട് പെയിൻറ്റ് ഒരുവിധം എനിക്ക് മെരുങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഈ ചിത്രം തുടങ്ങിയതും. ഏകദേശം 10 ദിവസം കൊണ്ട് ചിത്രരചന പൂർത്തിയായി. ഇനിയും ഇത്തരത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളിൽ ആർട്ട് വർക്കുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈവൻ വാഹനങ്ങളിലായാലും മറ്റ് വ്യത്യസ്തമായ പ്രതലങ്ങളിലായാലും. ഇത്രയും വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. അത് മാത്രമല്ല, ഇത് കണ്ടവരെല്ലാവരും വളരെ അഭിനന്ദിച്ചു.